5 പേർക്ക് ജീവൻ്റെ വെളിച്ചം പകർന്ന് ആൽവിൻ ജിമ്മി നിത്യതയിലേക്ക് പ്രവേശിച്ചു. മാർച്ച് 23-ന് സംഭവിച്ച വാഹനാപകടത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ആൽവിൻ ജിമ്മിയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെയാണ് അവയവദാനത്തിന് മാതാപിതാക്കളുടെ സമ്മതത്തോടെ നടപടിക്രമങ്ങൾ പൂർത്തിയായത്. കുറവിലങ്ങാട് ദേവമാതാ കോളേജിലെ 1ാം വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്ന ആൽവിൻ ജിമ്മി എറണാകുളം അങ്കമാലി അതിരൂപത ഉദയംപേരൂർ കല്ലൂപ്പറമ്പിൽ പ്രവാസിയായ ജിമ്മിച്ചൻ്റെയും ധന്യയുടെയും മകനാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 23-ന് കുര്യനാട് ബന്ധുവീട്ടിൽ നിന്നും മടങ്ങുന്നതിനിടെ സംഭവിച്ച വാഹനാപകടത്തെ തുടർന്നാണ് ആൽവിൻ ജിമ്മി ഗുരുതരാവസ്ഥയിലായത്. അപകടം നടന്നയുടനെ അടുത്തുള്ള മോനിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അതീവ ഗുരുതരാവസ്ഥയെ തുടർന്ന് കോട്ടയം കാരിത്താസ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. ആൽവിനെ കാരിത്താസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സ്ഥിതിഗതികൾ ആശാവഹമായിരുന്നില്ല. തലയ്ക്കേറ്റ ആഴത്തിലുള്ള മുറിവ് കാരണം അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് സർജറിക്ക് വീണ്ടും ശേഷവും ആൽവിൻ്റെ നില ഗുരുതരമായി തന്നെ തുടർന്നു. ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ച് എന്ന് തിരിച്ചറിഞ്ഞ ആൽവിൻ്റെ മാതാപിതാക്കൾ വേദനയോടെയാണെങ്കിലും അവയവദാനത്തിനുള്ള സമ്മതം നൽകുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ വിവരമറിയിക്കുകയും വിദഗ്ധരായ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് ആൽവിൻ്റെ കരൾ, കോർണിയകൾ, പാൻക്രിയാസ്, വൃക്കകൾ എന്നിവ മറ്റ് അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികൾക്കായി ദാനം ചെയ്യുകയായിരുന്നു. ആൽവിൻ്റെ വൃക്കകളിലൊന്നും കോർണിയ എന്നിവ കോട്ടയം GMC ഹോസ്പിറ്റലിലേക്കും മറ്റൊരു വൃക്കയും പാൻക്രിയാസും കൊച്ചി അമൃത ഹോസ്പിറ്റലിലേക്കും കരൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്കുമാണ് അർഹരായ രോഗികൾക്കായി കൊണ്ടുപോയത്. ഉദയംപേരൂർ കല്ലൂപ്പറമ്പിൽ പ്രവാസിയായ ജിമ്മിച്ചൻ്റെയും ധന്യയുടെയും മകനാണ് 20-കാരനായ ആൽവിൻ ജിമ്മി.